വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായിട്ടുള്ളൊരു മോരുകറി തയ്യാറാക്കിയാലോ. ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. സ്കൂളിലോ ഓഫീസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുത്തുവിടാൻ പറ്റും. 2-3 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കേടും വരില്ല. ഇതിൽ നമ്മൾ ഒട്ടും തേങ്ങയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമുള്ള ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മോരുകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 3 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ തൈരിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ ഒരു വിസ്ക് കൊണ്ടാണ് ഉടച്ചെടുക്കുന്നത്. മിക്സി എടുക്കാൻ മടി എഴുതിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഞാനിവിടെ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള മോര് കറിയാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കറി തയ്യാറാക്കാനായിട്ട് അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇവയെല്ലാം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. അമിതമായിട്ട് പൊടികളൊന്നും ചേർക്കണ്ട. എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന സമയത്ത് കലക്കിയെടുത്തിട്ടുള്ള തൈര് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. തൈര് ചേർത്ത് പിന്നെ ഒരുപാട് തിളപ്പിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ലാസ്റ്റായിട്ട് ഞാൻ അതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മോര് കറിക്ക്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.